പണ്ട് പണ്ട് കിങ്കിലവനം എന്നൊരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു മാനുണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു സുന്ദരൻ. ഒരു ദിവസം ആ കാട്ടിലെ തെളിനീർ തടാകത്തിന്റെ കരയിൽ നമ്മുടെ സുന്ദരന്മാനും അവന്റെ കൂട്ടുകാരൻ മണിക്കുട്ടനും വെള്ളം കുടിക്കാൻ വന്നതാണ്. സുന്ദരൻ വെള്ളത്തിലേക്ക് നോക്കി തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. എടാ മണിക്കുട്ട, നീ ഒന്ന് നോക്കിയേ, എന്താ എൻ്റെ ഒരു ഗ്ലാമർ! ഈ കാട്ടില് എന്നെ പോലെ അഴകുള്ള വേറൊരു മാനുണ്ടോ? ഇത് കേട്ട് മണിക്കുട്ടൻ പറഞ്ഞു, ഓ, നിന്റെ ഒരു കാര്യം, നീ വേഗം വെള്ളം കുടിച്ചിട്ട് വാ, നമുക്ക് അപ്പുറത്തെ മലയിൽ പോയി പുല്ല് തിന്നാം. ഓ, നീ ഒന്ന് നോക്ക് മണിക്കുട്ട, എൻ്റെ ഈ കൊമ്പുകൾ കണ്ടോ? തലയില് ഒരു കിരീടം വെച്ച പോലെ ഇല്ലേ? എന്ത് ഭംഗിയാ! സുന്ദരനെ നോക്കിക്കൊണ്ട് മണിക്കുട്ടൻ പറഞ്ഞു, ശരിയാണ്, നല്ല ഭംഗിയുണ്ട്. വെള്ളത്തിലേക്ക് വീണ്ടും തലതിരിച്ചു നോക്കിയിട്ട് സുന്ദരൻ പറഞ്ഞു, പക്ഷേ ഈ താഴേക്ക് നോക്കുമ്പോഴാ എനിക്ക് സങ്കടം വരുന്നത്. നോക്കിയേ, ഉണക്ക മരക്കമ്പ് പോലത്തെ മെലിഞ്ഞ കാലുകള്. ഈ സുന്ദരനായ എനിക്ക് ഇങ്ങനെ ഒരു കാലുകൾ ദൈവം തന്നല്ലോ. ഇത് കേട്ട് മണിക്കുട്ടൻ പറഞ്ഞു, നീ വെറുതെ കുറ്റം പറയാതെ സുന്ദര, നമ്മളെ വേഗത്തിൽ ഓടാൻ സഹായിക്കുന്നത് ഈ മെലിഞ്ഞ കാലുകളാണ്. അതുകൊണ്ട് അതിനെ കളിയാക്കല്ലേ. പെട്ടെന്നാണ് കാടിനുള്ളിൽ നിന്ന് ഒരു മരച്ചിലോടിയുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ദാ നിൽക്കുന്നു, കണ്ണുരുട്ടി നാക്ക് നീട്ടി ഒരു സിംഹം. സിംഹത്തിനെ കണ്ടതും മണിക്കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ സുന്ദര, സിംഹം! ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. രണ്ടുപേരും കാറ്റിന്റെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. സുന്ദരൻ വെറുത്തിരുന്ന ആ മെലിഞ്ഞ കാലുകൾ അവനെ കുതിച്ചു പായാൻ സഹായിച്ചു. സിംഹം തൊട്ടു പിന്നാലെയുണ്ട്. ഓട്ടത്തിനിടയിൽ സുന്ദരൻ ആലോചിച്ചു, ഓ, എന്റെ കാലുകൾക്ക് എന്ത് വേഗമാണ്! സിംഹത്തിന് എന്നെ പിടിക്കാൻ കിട്ടില്ല. പെട്ടെന്ന് സുന്ദരൻ ഒരു കുറ്റിക്കാട്ടിലേക്ക് ചാടി. പണിവാളി. അവന്റെ ഭംഗിയുള്ള വലിയ കൊമ്പുകൾ കാട്ടുവള്ളികളിൽ കുരുങ്ങിപ്പോയി. അയ്യോ മണിക്കുട്ട, നിക്കണേ, ഞാൻ പെട്ടു, എന്റെ കൊമ്പ് വള്ളിയിൽ കുടുങ്ങി. മണിക്കുട്ടൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, വലിച്ചു പൊട്ടിക്ക് സുന്ദര, സിംഹം അടുത്തെത്തി. പേടിച്ചു വിറച്ച സുന്ദരൻ ജീവനം കൊണ്ട് തല ശക്തിയായി വെട്ടിച്ച് വള്ളികൾ പൊട്ടിച്ചൊരൊറ്റ കുതിപ്പ്. ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. രണ്ടുപേരും ഓടി സുരക്ഷിതമായ ഒരു ഗുഹയിൽ കയറി കിതച്ച് നിൽക്കുകയാണ്. സമാധാനമായി. ഇപ്പൊ എങ്ങനെയുണ്ട് സുന്ദര? മണിക്കുട്ടന്റെ ചോദ്യം കേട്ട് കിതച്ചുകൊണ്ട് സുന്ദരൻ പറഞ്ഞു, എടാ, നീ പറഞ്ഞതാണ് സത്യം. ഞാൻ മോശമെന്ന് പറഞ്ഞ് കളിയാക്കിയ എന്റെ ഈ മെലിഞ്ഞ കാലുകളാണ് എന്നെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചത്. പക്ഷെ ഞാൻ അഴകാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച എന്റെ കൊമ്പുകൾ കാരണം എന്റെ ജീവൻ പോയേനെ ഇപ്പോ. ഇത് കേട്ട് മണിക്കുട്ടൻ പറഞ്ഞു, അതാണ് പറഞ്ഞത്, പുറമോടി കണ്ട് ഒന്നിനെയും വിലയിരുത്തരുതെന്ന്. മണിക്കുട്ടൻ പറയുന്നത് കേട്ട് സുന്ദരൻ മെല്ലെ തലയാട്ടി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? നമ്മൾ നിസാരമെന്ന് കരുതുന്ന പലതുമാകും ആപത്ത് കാലത്ത് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? മറ്റൊരു കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.